നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ എന്തുകൊണ്ടാണ് ആ വാഹനങ്ങൾ വാങ്ങിയത്, എങ്ങനെയുണ്ട് അവരുടെ ആ വാഹനത്തിന് കിട്ടുന്ന റേഞ്ച്, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്, പിന്നെ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ EVകൾ വാങ്ങിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്ന ആശങ്ക എന്ന് പറയുന്ന റേഞ്ച് ആങ്സൈറ്റി, അതുപോലെ തന്നെ ബാറ്ററി കുറച്ച് കാലം കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യേണ്ടി വരുമില്ലേ എന്നുള്ളൊരു ആശങ്ക. മറ്റൊന്ന്, ചാർജിങ് സ്റ്റേഷനുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ പല ആശങ്കകളുണ്ട് EV വാങ്ങിക്കുന്നവർക്ക്. പക്ഷേ അതിനെല്ലാം മറികടന്ന് ഇവരെങ്ങനെയാണ് EV സ്വന്തമാക്കിയത്, എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകം, അതുപോലെ തന്നെ EVകൾ വാങ്ങാൻ സമയമായോ തുടങ്ങിയ പല ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ EVകൾ വാങ്ങുന്നില്ലേ എന്ന് പലരോടും ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് അതിനുള്ള സമയമായോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ EVകളുടെ ഉടമകളോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സീരീസിൽ പെടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത് V-Star ആണ്. V-Star നമ്മുടെ പല വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടുള്ള ബ്രാൻഡാണ്. കേരളത്തിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് V-Star. V-Starൻ്റെ ഏറ്റവും പുതിയ കാർബൺ സീറോ ട്രങ്കാണ് നമ്മളിൽ പരിചയപ്പെടുന്നത്. അത് പുരുഷന്മാർക്കുള്ള പ്രൊഡക്റ്റാണ്. പുരുഷന്മാർക്ക് ധരിക്കാവുന്ന ഗംഭീരമായ അണ്ടർവെയറാണ് ഈ ഒരു കാർബൺ സീറോ ട്രങ്ക്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ പോലെ തന്നെ പ്രകൃതിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രൊഡക്റ്റാണ് എന്നുള്ള കാര്യമാണ്. ഇത് വുഡ് പൾപ്പിൽ നിന്ന് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റാണ്. അവിശ്വസനീയമായ രീതിയിൽ വളരെ സോഫ്റ്റായ ഒരു പ്രൊഡക്റ്റാണിത്. മറ്റൊരു കാര്യമുള്ളത്, ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണ് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ രാവിലെ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ദിവസം ഉടനീളം ആൻറ്റി ബാക്ടീരിയൽ ഒരു എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ഫ്രഷ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ EVകൾ പോലെ തന്നെ പ്രകൃതി സൗഹാർദ്ദപരമായ പ്രൊഡക്റ്റാണ്, അതുപോലെ ആൻറ്റി ബാക്ടീരിയലാണ്, വളരെ ഫ്രഷ്നസ് നൽകുന്നതാണ്, വളരെ സോഫ്റ്റാണ്. അത്തരം ഗുണങ്ങളൊക്കെയാണ് ഏറ്റവും പുതിയ V-Starൻ്റെ കാർബൺ സീറോ എന്ന് പറയുന്ന സീരീസിൽ പെടുന്ന ഈ അണ്ടർവെയറുകൾ നൽകുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഷോപ്പുകളിലെല്ലാം ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ്. അപ്പോൾ ഒന്ന് ധരിച്ചു നോക്കാം. അപ്പോൾ നമുക്കിനി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഫീഡ്ബാക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് തുടങ്ങിയിട്ട് ഇന്ത്യയിലെ എന്താ പറയുക ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ മേഖലയിൽ വലിയ വിജയം നേടിയ ഏതറിൻ്റെ ഉടമയാണ് നമ്മൾ കാണുന്നത്. ഏതർ 450X ആണ് അല്ലേ സാർ? അതെ. നമസ്കാരം. പേര് പരിചയപ്പെട്ടില്ല. ജോളി. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ റാസ് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് പൂമ്പടിയിൽ. ശരി. അത് മാനേജറാണ്. വീട് ചാലക്കുടി. ശരി. അപ്പോൾ ധാരാളം ഓട്ടോ ഉണ്ടോ സ്കൂട്ടറിന്? വീട്ടിൽ പോകാനുള്ള ഓട്ടോ എവിടെ? ചാലക്കുടി പോയി വരികയാണ് ഇതിൽ. ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ പോകുന്നുണ്ട്. ശരി. അല്ലാത്തപ്പോൾ ഇവിടുത്തെ ഓട്ടങ്ങൾ വരുന്നുണ്ട്. ടൗണിലുള്ള ഓട്ടോ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ 2 തരത്തിൽ ഓടുന്ന ആളാണ്, സിറ്റിയിലും അതുപോലെ ഹൈവേയിലും. എന്ത് റേഞ്ച് കിട്ടുന്നു? എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെത്തണമെങ്കിൽ ഒരു 50-52 കിലോമീറ്റർ വേണം. അവിടെ ചെന്നാൽ ഒന്നും കൂടി ചാർജ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു 90 കിലോമീറ്ററാണ് അവർ പറയുന്നത്. പക്ഷേ റൈഡ് മോഡിലിടുകയാണെങ്കിൽ ഒരു 5-8 കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് അറിവ്. അല്ല, അപ്പോൾ സിറ്റിയിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? ഹൈവേയിൽ കൂടുതലും സിറ്റിയിൽ കൂടുതലും കുറവും? ഹൈവേയിൽ ഇച്ചിരി കൂടുതൽ കിട്ടുന്നുണ്ടല്ലേ? സ്പീഡിൽ അല്ലാതെ ഒരു മിനിമം റേഞ്ചിൽ പോവുകയാണെങ്കിൽ. കാരണം ആ റൈഡ് എന്ന് പറഞ്ഞ മുകളിലിട്ടിട്ട് പോയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. ശരി. എന്തുകൊണ്ടാണ് ഏതെടുത്തത്? കാരണം മറ്റ് ഓപ്ഷൻസാണ് ആദ്യം എടുക്കാൻ പോയത്. അപ്പോൾ പിന്നെ പല അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും റിജിഡാണെന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പോൾ അങ്ങനെയാണ് ഔചാരികമായിട്ട് വന്നൊരു ഷോറൂമിൽ കയറി. അപ്പോൾ അവിടെ എല്ലാം കണ്ടപ്പോൾ തൃപ്തിയായി. ശരി. അങ്ങനെ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കുള്ള ഡിസൈനാണല്ലോ. അപ്പോൾ അത്തരം ഡിസൈനുള്ള വണ്ടികൾ തന്നെയാണോ ഇഷ്ടം? ഇത് വളരെ ചെറുപ്പക്കാരാണ് സാധാരണഗതിയിൽ ഈ പറഞ്ഞ ഏതറ പോലെയൊക്കെ കാണുമ്പോഴത്തേക്കും കൊള്ളാലോ എന്ന് തോന്നാറുള്ളത്. അല്ല, നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ്റെ കൂടെ തന്നെ എന്ത് വിലയായി എടുത്തപ്പോൾ? ഇത് 142 സംതിങ്. 142. ഒരൊറ്റ ചോദ്യമായിട്ട് ചോദിക്കട്ടെ, EV സ്കൂട്ടറുകൾ വാങ്ങിക്കാൻ സമയമായോ? അല്ല, മിക്കവാറും അതല്ല നല്ലത്. നമ്മളിപ്പോൾ ഈ പുകയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്ന പോലെ എക്കോ ഫ്രണ്ട്ലി ആണല്ലോ. അതാണ്. അല്ല, ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നം തോന്നാറുണ്ടോ? ഇതിപ്പം ഈ ഇടയ്ക്ക് നമുക്ക് ദൂരെയൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് വേറെ വണ്ടി തന്നെ വേണ്ടി വരും. കാരണം നമ്മൾ അത്യാവശ്യങ്ങളൊക്കെ പോകാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാരണം മൈലേജ് തീരെ കുറവല്ലേ. അതെ. ഒരു 250 കിലോമീറ്ററൊക്കെ മൈലേജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജിങ്ങിന്? സ്ലോ ചാർജിങ് ആണോ ചെയ്യാറുള്ളത്? ഇതിപ്പോൾ എനിക്കൊരു 3-4 മണിക്കൂറോളം ചാർജ് ആവുന്നുണ്ട് വീട്ടിൽ. നമ്മൾ ചാർജ് ചെയ്യാം. അപ്പോൾ ആദ്യം നോക്കിയത് ഓലയാണെന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഏതറിലേക്ക് എത്തിയപ്പോൾ എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഓടിക്കാനുള്ള സുഖം കുഴപ്പമൊന്നുമില്ല. നല്ല സ്പീഡാണെങ്കിൽ സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ. നമുക്ക് ഒരു കൺട്രോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയുണ്ട്? സീറ്റിംഗ് പൊസിഷനാണ്. ഇതിപ്പോൾ ഇരിക്കുമ്പോൾ ഫ്രണ്ട് ഒന്ന് ഇങ്ങനെ തള്ളിയുള്ള ഒരു
ഇരിപ്പുണ്ട്. അപ്പോൾ മറ്റേ ഫ്ലാറ്റായിട്ടുള്ളൊരു സീറ്റാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. പക്ഷെ പുറകോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും തോന്നുന്നില്ല. പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ പുറകിൽ ആളായിരുന്നൊക്കെ ഓടിക്കാം. ആളിരുന്ന കുഴപ്പമൊന്നുമില്ല. ആളിരുന്ന് ഓടിക്കണതിൽ മറ്റേ നന്നായിട്ട് പിക്ക് ചെയ്തുകൊണ്ട്. അതുപോലെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? എത്ര ഓടിക്കാണ് ഇപ്പോൾ ഇത്? ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. സർവീസ് ഒന്നും ആകുന്നുള്ളൂ. 5000 കിലോമീറ്റർ അങ്ങോട്ട് ഒരു സർവീസ് പറഞ്ഞു. ഇത് എത്ര കാലം കൊണ്ടല്ല, ഇനി വളരെ കാലം കൊണ്ടൊക്കെ ആവുള്ളൂ. ശരിയാണ്. പിന്നെ ഇതിപ്പോൾ ഓടിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നത് അതിൻ്റെ ഒരു മൂളിച്ചുണ്ട്. നല്ലൊരു മോട്ടറിൻ്റെ ഒരു മൂളിച്ചിൽ. മറ്റേ ഒലേക്കാന അത് ഓരോ പലതരം മോട്ടറുകളുടെ ഒരു ഇതാണ്, അതായിരിക്കും. അല്ലാതെ ഒന്നും എന്തെങ്കിലും മൂളലെങ്കിലും വേണമല്ലോ അല്ലേ? പക്ഷേ ഇവിടെ മൂളലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ട്, മൂളുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് കൈ കൊടുക്കുമ്പോഴത്തേക്കും 3 മൂളലിലൂടെയാണല്ലോ കയറി പോകുന്നത്. അതെ. അപ്പോൾ എന്തായാലും വലിയ എന്താ പറയേണ്ടത്, പരാതികളൊന്നും ഇല്ലാത്ത ഒരു ഏതർ കസ്റ്റമറാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, നമ്മൾ ഈ ഓരോ ഓട്ടോമൊബൈൽ കമ്പനികളൊക്കെ എത്രയോ വർഷം, അതായത് 10-20 വർഷമൊക്കെ റിസർച്ച് ചെയ്ത ഒരു വണ്ടി അവർ വിപണിയിൽ എത്തിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വളരെ പെട്ടെന്നാണ് അവർ ഈ ഓട്ടോമൊബൈൽ രംഗത്ത് യാതൊരു മഴക്കാലത്തെ കാര്യമാണ് അല്ലല്ല അങ്ങനെയൊന്നും. കാരണം ഇതിൻ്റെ എല്ലാം ഈ ബാറ്ററി എല്ലാം ആ തരത്തിലുള്ള ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എത്ര പെട്ടെന്ന് ഇവരൊക്കെ ഓരോ വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഇവരൊന്നും ഒരു ബന്ധവുമില്ല ഓട്ടോമൊബൈൽ മേഖലയായിട്ട്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇപ്പോൾ ഈ ഓലയായാലും ഏതറായാലും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ സമ്മതിക്കണം നമ്മൾ. ഇത്തരം എന്നിട്ടും ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എടുത്ത പിന്നെ 3-4 പേര് അഭിപ്രായം ചോദിച്ചിട്ട് എൻ്റെ ഷോപ്പിൽ 2-3 പേര് ഇതന്നെ സജസ്റ്റ് ചെയ്തവരുണ്ട്. കാരണം അവർ ഓടിച്ച് നോക്കി. അപ്പോൾ നമ്മളൊരു അനുഭവം പറയാമല്ലോ. പിന്നെ ഇതേ ഉള്ളൂ, ഈ പറഞ്ഞ പോലെ പുതിയ ഓരോരോ മാസം കഴിയുന്നതോറും കൂടുതൽ റേഞ്ചുള്ള വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ഞാൻ സിമ്പിളാണ്. അതെ, സിമ്പിൾ എനർജി ഒന്നും കണ്ടിട്ടില്ല. നന്നായിട്ടൊരു പേരൊക്കെ കേട്ടായിരുന്നു. അല്ല, അത് അങ്ങനെ വരും. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊക്കെ EV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നവരോട് അതാണ്. അതായത് ഇപ്പം നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ആ മാസമായിരിക്കും 500 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ഇവോൾവിങ് ടെക്നോളജിയുടെ ടൈം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നുണ്ട് ഇത്തരം വണ്ടികളെല്ലാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, കണ്ടതിൽ സന്തോഷം. അപ്പോൾ നമുക്കൊരു പടവും കൂടെ എടുത്ത് പിരിയാം. അപ്പോൾ ഇനി നമ്മൾ കാണുന്ന വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു EVയുടെ ഉടമയാണ്. നമസ്കാരം. പേര്? അനീഷ് രവീന്ദ്രൻ. എന്ത് ചെയ്യുന്നു അനീഷ്? ഞാൻ അസ്റ്റ് ലേബർ കമ്മീഷണർ എറണാകുളത്ത്, സെൻട്രൽ ഗവൺമെന്റിലെ ആണല്ലേ? സെൻട്രൽ ലേബർ സർവീസ്. ശരി. അപ്പോൾ എന്തെങ്കിലും തൊഴിലാളികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടേണ്ട ആളാണ് നിൽക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ശ്യാമൊന്നും പരാതി പറയരുത്. എന്നെ പറ്റിയുള്ള പരാതി ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, എന്തെങ്കിലും പരാതിയൊക്കെ കാണും. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് വരാം അല്ലേ? എന്തുകൊണ്ടാണ് അയണിക് 5? കാരണം വെച്ചാൽ ഇപ്പം ഇഷ്ടംപോലെ EVകളുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു അല്പം വില കൂടിയൊരു EV ആണ്. അപ്പം ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് കിയയുടെ EV6 പറയാം ഇല്ലേ? EV6ന്റെ ഭംഗി ഏജ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോളോ 10 വർഷം മുമ്പ് കണ്ടാലും നല്ലതാണ്, 20 വർഷം മുമ്പ് കണ്ടാലും നല്ലതാണ്. അതേപോലെ ഇതിന്റെ ഡിസൈന് EV6നെക്കാട്ടിലും കൂടുതൽ ഏജ് ചെയ്യും. ഒരു 30 വർഷം കഴിഞ്ഞാൽ ഇത് ഔട്ട്ഡേറ്റഡ് ആവും. പക്ഷേ EV6 നമ്മൾ 10-20 വർഷം കഴിയുമ്പോഴത്തേനാണ് അതിൻ്റെ ലുക്ക് ശരിയല്ലല്ലോ എന്ന് നമുക്കൊരു ധാരണ. ഇത് പ്രശസ്തനായ നമ്മുടെ ഇറ്റാലിയൻ കാർ ഡിസൈനർ ജോർജിറ്റോ പുള്ളിയുടെ ഡിസൈനായിട്ടുള്ള ഒരു പോണി കാർ ഉണ്ടായിരുന്നു, ഇവരുടെ ഫസ്റ്റ് കൂപ്പേ കാർ. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത സംഗതിയാണ്. അപ്പം അതിൻ്റെ ഒരു എലഗൻസും സൗന്ദര്യവും ഉണ്ട്. ആളുകൾ കൂടുതലും കാണുന്നത് അതിൻ്റെ ഒരു സൗന്ദര്യത്തിൽ പലരും വണ്ടിയോട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്, വീട്ടിൽ വരെ വന്നിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ചിലർക്ക് ഈ റോഡ് റേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ഓവർടേക്ക് ചെയ്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും വിചാരിച്ചു. അല്ല, വീട്ടിൽ വന്ന് ഇറങ്ങി ഇപ്പം തല്ലെങ്കിൽ നല്ലെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടാ ഇത് ഏതാ വണ്ടി, കാണാൻ കൊള്ളാമല്ലോ, അലോയ് കൊള്ളാമല്ലോ. ഈ അലോയ് ശ്രദ്ധിച്ചു, ഇതിനകത്തിൽ ഈ അലോയ് ഈ 20 ഇഞ്ച് അലോയ് എനിക്ക് തോന്നുന്നു കൊറിയക്കാരെ ഡിസൈൻ ചെയ്തെന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യക്കാരുണ്ടോന്ന് തോന്നുന്നു. ഈ മണ്ഡല ആർട്ടിന്റെ കൂട്ട് അല്ലെങ്കിൽ നമ്മുടെ സഹസ്രതല പത്മം ഇല്ലേ, അതേപോലത്തെ ഉള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കാണാൻ നല്ല വളരെ വേൾഡ് ഡിസൈൻ ഓഫ് ദി ഇയർ ആയിരുന്നു, വേൾഡ് കാർ ഓഫ് ദി ഇയർ ആയിരുന്നു. അതുകൊണ്ട് കാഴ്ചയിൽ വളരെ സംഗതിയാണ്. പക്ഷെ ഞാൻ എടുത്തത് കാഴ്ച കൊണ്ടല്ല. ഏതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു? ഏതൊക്കെ മോഡൽ ഇത് എടുക്കുന്നതിന് മുമ്പ്? ഞാൻ എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, എടുക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ചൈനീസ് സാധനങ്ങൾ നമ്മുടെ അതിർത്തിയിൽ മാറ്റുന്നവരാണ്ട് ചൈനീസ് സാധനങ്ങൾ എടുക്കാറില്ല. പിന്നെ ബാക്കിയൊക്കെ കോന നോക്കിയായിരുന്നു, നെക്സോണും എല്ലാം നോക്കിയായിരുന്നു. പക്ഷേ എനിക്കിതിൽ അയോണിക് 5 ആണ് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട്. അപ്പാർട്ട് ഫ്രം ഡിസൈൻ എന്താണ് ഇതിനെ ആകർഷിച്ച ഒരു സംഭവം? ആകർഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞൊരു ഫോക്സ്വാഗൻ ഫാൻ ബോയ് ആണ്. എൻ്റെ പഴയ വണ്ടി ജെറ്റ ആയിരുന്നു. അപ്പം ഞാൻ പൊതുവെ ഹ്യുണ്ടായി വെർണ എടുക്കാൻ പോകുന്നവരെ കൂടെ ഞാൻ ബെൻഡോയിലും സിറ്റിയിലും ഒക്കെ മാറ്റിയിട്ടുള്ള ആളാണ്. പക്ഷേ അയോണിക് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. സേഫ്റ്റി 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. മാത്രമല്ല
ഇതിൻ്റെ പെർഫോമൻസ് ഒരിക്കൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു അഡിക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഇനിഷ്യൽ ആക്സലേഷൻ താങ്കൾക്ക് അറിയാമല്ലോ. ഈ എൻ്റെ ജെറ്റ് ആയിരുന്നുണ്ടെങ്കിൽ 200 bhp സ്പീഡ് സ്റ്റൂണൊക്കെ ചെയ്ത് പവർ എടുത്തിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് ഓടിക്കുന്നതിനെക്കാട്ടും സുഖം ആ ഇനിഷ്യൽ ആക്സലറേഷന് വളരെ ഈസി ആയിട്ട് ഇരുത്താറുണ്ട്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജനറേഷനിലുള്ള കാർ എന്തൂസിയാസ്റ്റിന്റെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ മുതിർന്ന തലമുറയ്ക്ക് ആ അഭിപ്രായങ്ങൾ അംബാസഡർ നല്ല ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ അഭിപ്രായം പറയാൻ ആളുമല്ല അതുമല്ല. പക്ഷെ കാർ എന്തൂസിയാസ്റ്റുകൾക്ക് ഒരു ധാരണയുണ്ട്, പെട്രോൾ ഹെഡ്സ് ധാരണയുണ്ട്, പെട്രോൾ കാറേ കൊള്ളത്തുള്ളൂ, ഇതിന് ഓടിക്കാൻ സുഖമില്ല. തെറ്റിദ്ധാരണയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. റെയിൽ വീൽ ഡ്രൈവ് ആണ്. നിങ്ങൾ ഈ ട്രാക്ഷൻ കൺട്രോൾ നിങ്ങൾ ഒരു എന്തൂസിയാസ്റ്റിക്കൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ ചെന്നിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്ത് റെയിൽ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടി പോകും. നമുക്ക് നല്ലൊരു മൈതാനത്ത് സേഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ റെയിൽ വീൽ ഡ്രൈവ് കാർ വെച്ച്. അപ്പം EV എന്തൂസിയാസ്റ്റുകളാണല്ലോ, കാർ എന്തൂസിയാസ്റ്റുകളെ ചെറുപ്പക്കാർക്ക് EV എടുക്കണം. ഈ അയോണിക്കിൻ്റെ കൂടെ പവർഫുൾ EV ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്തിൽ വിഷമിക്കേണ്ടി വരത്തില്ല. എത്ര ലക്ഷം രൂപയായി എടുത്തപ്പോൾ? ഇത് ഞാൻ എടുത്തപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് വണ്ടി തന്നെയാണ്. അപ്പം ഇൻട്രോഡക്ടറി 1500 വണ്ടിക്ക് 46 അറൗണ്ട് ആയിരുന്നു പ്രൈസ്. എക്സ്ഷോറൂം എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒരു ഓൾമോസ്റ്റ് 50 lakhs ആയി. പക്ഷെ വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ നമ്മളെപ്പോഴും EVകൾ വാങ്ങിക്കുന്നവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാറ്ററി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ബാറ്ററി റീപ്ലേസ്മെന്റ് വരുമോ അത്തരം പേടികളൊക്കെ ഇല്ലേ? അപ്പം ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ആശങ്കയൊന്നുമില്ല. അല്ല, നമ്മളെ വ്യക്തികളാണെങ്കിലും സമൂഹമാണെന്നുണ്ടെങ്കിൽ നമ്മളെ നയിക്കേണ്ടത് ആശങ്കകളായിരിക്കും, ഒരു ഹോപ്പ് ആയിരിക്കണം അല്ലേ? നമ്മുടെ കാലത്ത് ഒരു കാര്യത്തിൽ കുറേ വർഷം മുമ്പ് ജിയോ വന്നിട്ട് ഫ്രീ ആയിട്ട് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഈ ഭീകരൻ അംബാനിയാണ്, നീ ഇതൊക്കെ സിമ്മൊക്കെ മേടിച്ചു അവസാനം നിന്റെ ആധാരം വരെ അയാളുടെ കയ്യിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അത് എടുത്തു. കാരണം നമ്മളെ പുതിയ ടെക്നോളജിയാണ്, നമ്മളതിനെ എംബ്രേസ് ചെയ്യണം. ഈ 2 വർഷം കഴിയുമ്പോൾ ഈ കക്ഷി വന്നതിനോട് ചോദിക്കുക, പുള്ളി BSNL-ന്റെ ആളായിരുന്നു, ഈ BSNL പോർട്ട് ചെയ്ത് എങ്ങനെയാ ഇതാക്കുന്നത്? അതേപോലെ ഇന്നിപ്പോൾ പെട്രോളിന് വേണ്ടി പറയുന്ന ആൾക്കാർ ഈ നല്ല പവർഫുൾ ആയിട്ടുള്ള EVs ഓടിച്ചു നോക്കും, പിന്നെ അവർ പെട്രോളിലോട്ടോ ഡീസലിലോട്ടോ പോകത്തില്ല. എത്ര റേഞ്ച് കിട്ടുന്നുണ്ടാവും? റേഞ്ച് കിട്ടുന്നതും അത് എന്താ പറയുന്നത്, അവനവൻ്റെ കയ്യിലിരിപ്പും ഡ്രൈവിങ്ങും അനുസരിച്ചിട്ടാണ്. പരീക്ഷയെ തോറ്റന് പേനെ കുറ്റം പറയാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതാണ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് രാഖി ഇവിടെ വൈഫിന് വേണ്ടി അമേസാണ് CVT അറിയാമല്ലോ. CVT കമ്പനി പറയുന്ന മൈലേജ് 18.6 രാഖി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ആക്സിലേറ്റർ താടി ഒരു മുട്ട വെച്ചിട്ട് മുട്ട പൊട്ടിക്കാതെ ഓടിക്കുന്ന രീതിയിൽ ഓടിക്കാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് കൃത്യമായിട്ട് മുട്ട പൊട്ടിക്കാതെ ഇവിടെ ഓടിക്കുമ്പോഴത്തേനും 20+ ആണ് മൈലേജ് കിട്ടുന്നത്. കടുത്തുരുത്തിട്ട് ചങ്ങനാശ്ശേരി കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതേ വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ സ്പോർട്സ് മോഡിൽ ഓടിക്കും 11.5 ആണ്. അപ്പം വണ്ടിയുടെ കുഴപ്പമാണോ അത് ഓടിക്കുന്നതിന്റെ കുഴപ്പമാണോ? ഓടിക്കുന്നതിന്റെ കുഴപ്പമാണോ? അത് നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ തെറ്റെല്ലാം ചൂണ്ടാനാണല്ലോ, ഒരു ചൂണ്ടുവിരൽ സിൻഡ്രമാണ്. അതുകൊണ്ട് ഈ 631 ആണ് കമ്പനി പറയുന്നത്. വളരെ മാന്യമായിട്ടും വൃത്തിയായിട്ടും മൈലേജ് വേണമെന്ന് പറഞ്ഞ് ഓടിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഓടിക്കുന്നവർക്കാണെങ്കിൽ 600+ ഷുവറായിട്ട് കിട്ടും. ഞാൻ സ്പോർട്സ് മോഡിലിട്ട് റീജിയൻ മാക്സിമം ഇട്ടാണ് ഞാൻ ഓടിക്കുന്നത്. എനിക്ക് ഒരു 450-500 റേഞ്ചിൽ ഡിപ്പെൻസ് ആവുന്ന സംഗതി കിട്ടും, എത്ര നല്ല സ്പീഡിൽ മാക്സിമം സ്പീഡിൽ പോയി ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ കാറിൻ്റെ കുഴപ്പമല്ല, ഓടിക്കുന്നവരുടെ ഡ്രൈവർമാരുടെ കുഴപ്പമാണ് എൻ്റെ. അതുപോലെ എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ? നമ്മളെങ്ങനെ വീട്ടിൽ സാധാരണ ചാർജ്? ഞാൻ സ്ലോ ആൻഡ് സ്റ്റഡി പിൻ സർവീസ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇതിനധികം പീഡിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് സ്ലോ ചാർജിങ് ആണ് വീട്ടിൽ ചെയ്യുന്നത്. ഓവർനൈറ്റ് കുത്തിയിടും. പിന്നെ ഇതിൽ 350 കിലോവാട്ട് വരെ ഇത് ഫ്യൂച്ചർ പ്രൂഫാണ്. 350 കിലോവാട്ട് ചാർജ് വരെ കേരളത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 18 മിനിറ്റ് കൊണ്ട് ചാർജ് ആകും. അപ്പം നാളെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇത് ഔട്ട്ഡേറ്റഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ഔട്ട്ഡേറ്റഡ് ആകത്തില്ല. ആ ഫാസ്റ്റ് ചാർജിങ് പോലും അങ്ങനെയുള്ള ഒരു ശേഷി. മറ്റേ സ്ലോ ചാർജിങ് ആണെങ്കിൽ എത്ര നേരം എടുക്കുന്നുണ്ട്? സ്ലോ ചാർജ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 6 ആംപിയർ റീച്ച് ചെയ്യാം, 8, 10, 13 ഒക്കെ ചെയ്യാം. മേ ബി ഒരു ഓവർനൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25% ഒക്കെ കയറും. ദാറ്റ്സ് എനഫ്. എനിക്കൊരു ദിവസം 100 കിലോമീറ്റേഴ്സ് ആണ് കിട്ടും. അപ്പം അത് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഫാനൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂളിംഗ് സിസ്റ്റം ഒക്കെ പോകാതിരിക്കാൻ വേണ്ടി മാസത്തിലൊരിക്കൽ ഞാൻ ഒരു ഫാസ്റ്റ് ചാർജ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ 100 ചെയ്യാറില്ല, 90 വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീർഘദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ഇത് ദീർഘദൂരം ഓടിച്ചിട്ടുണ്ട്. മൂന്നാർ, പിന്നെ ഗവിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചാർജിങ് സ്റ്റേഷൻസിന്റെ സ്ഥിതി എന്താ? നമുക്ക് വിശ്വസിച്ച് പോകാമോ? എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അത് വർക്ക് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു പ്ലാൻ ചെയ്ത് പോയാൽ മതി. നമുക്ക് ഈ റേഞ്ച് ആങ്സൈറ്റി ഒന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഈ EV എടുത്ത് എല്ലാവരും പറഞ്ഞ റേഞ്ച് ആങ്സൈറ്റി എന്നാണ്. ആങ്സൈറ്റി വരും. പക്ഷെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് എൻ്റെ കസിന് ടിയാഗോ ഉണ്ട്.
അത് പ്ലാൻ ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരുന്നില്ല. പ്ലാൻ ചെയ്യാതെ വരുമ്പോഴാണ് ആങ്സൈറ്റി. പിന്നെ ഒരു കാര്യമുണ്ട്, റേഞ്ച് ആങ്സൈറ്റി ഇ വിക്കാർക്ക്, പെട്രോളിന്റെ പ്രൈസ് ആങ്സൈറ്റി അതില്ലല്ലോ. എന്തായാലും ആങ്സൈറ്റി നമ്മുടെ മനസ്സിന്റെയാണ്. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസാന ചോദ്യം ചോദിക്കുന്നത്, എന്താണ് EVകൾ വാങ്ങിക്കാൻ സമയമായോ? EV വാങ്ങിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കും. കാരണം നമ്മൾ ടെക്നോളജിയോട് പിന്തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തിയായിട്ട്, സമൂഹമായിട്ട്, രാഷ്ട്രമായിട്ട് എല്ലാവരും പുറകോട്ട് പോകത്തുള്ളൂ അല്ലേ. അമേരിക്ക ആറ്റം ബോംബ് കണ്ടുപിടിച്ചുകൊണ്ടാണ് ജപ്പാൻ യുദ്ധത്തിൽ തോറ്റത് തന്നെ. അത് അവർ കണ്ടുപിടിക്കാത്തതുകൊണ്ടായി മാറിപ്പോയി. അതുപോലെ തന്നെ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. നമ്മളതിനെ ഒരു സ്കെപ്റ്റിക്കലായിട്ട് ഒരു നാസ്തിക മനോഭാവത്തോടെ കണ്ടു കഴിഞ്ഞാൽ അല്ല ശരിയാകത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ, ഓൾഡ് ജനറേഷനെ പറഞ്ഞ് നമ്മൾ ചെറുപ്പക്കാർ പറഞ്ഞ് പറയും. കാരണം ഓൾഡ് ജനറേഷനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതല്ല, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആണല്ലോ കാറ്. അപ്പം കൂടുതലും ഈ ഗ്രീൻ എന്നുള്ള വെച്ചിട്ട് കാർ മേടിക്കൽ എൻ്റെ അഭിപ്രായം. അവനവൻ്റെ വീട്ടിൽ 4 ചെടി വെക്കാതെ ഞാൻ ഗ്രീൻ കാർ മേടിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഫ്യൂച്ചർ ഇത് തന്നെയാണ്, യാതൊരു സംശയമില്ല. യൂറോപ്പിലൊക്കെ ഇപ്പം സ്വീഡനിൽ 85% ആയിക്കഴിഞ്ഞു, നോർവേയിൽ ആയിക്കഴിഞ്ഞു, അപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്തിൽ അതും തണുപ്പുള്ള വലിയ സൂര്യൻ ഒന്നും കിട്ടാത്ത അങ്ങനത്തെ കാലഘട്ടത്തിൽ ഇപ്പം തണുപ്പ് വരുമ്പോൾ തന്നെ ചാർജൊക്കെ കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, അവർ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. ഞങ്ങൾ സംസാരിക്കേണ്ടത് രാഖി അല്ലേ, ചങ്ങനാശ്ശേരി NS കോളേജ് അധ്യാപികയാണ്. എൻ്റെയൊക്കെ പഴയ കോളേജാണ്, ഇവിടെ ജനിച്ചിട്ടുണ്ടാവില്ലെന്ന്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ 2 വണ്ടികൾ ഉപയോഗിക്കുന്ന ആളാണ്, അതായത് പെട്രോളും ഈ EVയും. അപ്പോൾ വളരെ പെട്ടെന്ന് ചോദിക്കാവുന്ന ചോദ്യം ഇത് തന്നെ. നമ്മളൊക്കെ പലരും ഇങ്ങനെ EVയെ പറ്റി ചോദിക്കുമ്പം പെട്രോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ പറയുന്നതിന് ജീവനില്ല, കാര്യം സ്പീഡൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു ജീവനില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പരാതി പറയാറുണ്ട്. അങ്ങനെ പറയാൻ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മീസ് ഓട്ടോമാറ്റിക് CVT ഓടിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിന് വളരെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി നമുക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ലാഗ്, നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ അനിയെ പോലുള്ള വണ്ടിപ്രാന്തന്മാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് തോന്നും. പക്ഷേ നമ്മൾ അത് ശീലിച്ച് കഴിഞ്ഞ് നമ്മൾ അയോണിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അറിയാലോ, ആക്സിലേറ്റർ കൊടുത്ത റോക്കറ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. അപ്പോൾ അത് നമുക്ക് വളരെ കൺട്രോളിൽ വളരെ സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. നമുക്ക് ജീവൻ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ലൈഫ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഒരു കൺട്രോൾ ഇല്ലാത്തത് തോന്നാറുണ്ടോ? ഒട്ടുമില്ല. അത് നമുക്ക് എന്താണ് മാക്സിമം റീജിയനിലിട്ട് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വളരെ നന്നായിട്ട് നമുക്ക് നല്ല കൺട്രോൾ ഓടിക്കാം. കാരണം ആക്സിലേറ്ററിൽ നമ്മൾ കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡീസലറേറ്റ് ആവും, അത് സ്ലോ ഡൗൺ ആവും. വളരെ കൺട്രോളാണ് വണ്ടി. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്, കൺട്രോൾ ഇല്ല എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഈ 2 വണ്ടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഇത്തരം ഫീച്ചേഴ്സ് ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് 5 തന്നെയാണ്. പക്ഷേ അമേസ് ഞാൻ എൻ്റെ കൊച്ചാണ്, അതുകൊണ്ട് നമുക്ക് അവനോട് ഒരു പ്രത്യേകമുണ്ട്. നല്ലൊരു വണ്ടിയാണ് തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് അമേസ് ഓടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത്തെ കാര്യം അതിന്റെ സൈസ്, വിഡ്ത്ത്, ദൈവം ഇത് കൺട്രോൾ നിൽക്കുമോ. അതിന് പറഞ്ഞു, എടാ നീ അമേസ് ഓടിക്കുന്ന പോലെ നീ ഇത് ഓടിക്കരുത്, ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പോകും. അതൊക്കെ ടെൻഷനിലാണ് ഞാൻ ഓടിച്ചത്. പക്ഷെ ഒന്നുമില്ല, ഈസിലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അനിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണോ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നിയത്? തീർച്ചയായിട്ടും. കാരണം സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ സാധ്യത എന്താ പറയുക, EV6 പോലത്തെ ഒരു മോഡലാണ് എനിക്ക് തോന്നി. ചില ആൾക്കാർ ചില സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്കിനി ഒരു കാർ എന്ന് പറയുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി എന്നോട് പറയും എനിക്കൊരു EV വേണം എന്ന് ഞാൻ പറയുള്ളൂ. ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും 2 ഹാപ്പി കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ കണ്ടത്. ഈ പറഞ്ഞ പോലെ ഇതുവരെ ഇത്രയും ശക്തമായിട്ട് EV വാങ്ങിച്ചോ എന്ന് പറയുന്ന EVക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരാതിയൊക്കെ പറയാറുണ്ട്, ഇത് അതുപോലും ഇല്ല. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇന്റീരിയറൊക്കെ പറഞ്ഞ സ്മാർട്ട് ഓഫീസ് ലൈനിലുള്ള ഇന്റീരിയറും അല്ലേ, ഇന്ത്യക്കാർ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഇന്റീരിയറൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് ബ്രാൻഡിന്റെ പേര് കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ ഈയിടെ ഒരു ചൈനീസ് കാർ ഹോങ്ജി എന്ന് പറയുന്ന ഒരു കാറിനെ പറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി ദുബായി പോയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ 20 ലക്ഷം രൂപയുടെയൊക്കെ കാറിനകത്ത് ബെൻസിൻ്റെ S-ക്ലാസ്സിൽ പോലും ഇല്ലാത്ത ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പാണ്. മറ്റു വണ്ടികളിൽ വരുമ്പോൾ അത് ഒരു വില കൂട്ടി എന്നൊക്കെ പറയാൻ വേണോ, തരാൻ പറ്റുന്നുണ്ട്, പഴയ വിലയ്ക്ക് തന്നെ തരാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ സത്യം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, കണ്ടതിൽ വളരെ സന്തോഷം. അപ്പം എല്ലാ പരാതികളും തീർത്ത് തൊഴിലാളികളുടെ മുന്നോട്ട് പോകണമെന്ന് ആശംസിക്കുന്നു. അതുപോലെ രാഗി സന്തോഷം കണ്ടതിൽ. ഇപ്പോൾ EVകളുടെ രംഗത്ത് ധാരാളം പ്രീമിയം SUVകളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം തുടക്കമിട്ടത്
ഹ്യുണ്ടായി കോനയാണ്. ഹ്യുണ്ടായി കോന ആദ്യം വന്നപ്പം പലരും ചോദിച്ചു ഇതൊക്കെ ഇത്രയും വില കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കുമോ, കാരണം ധാരാളം മറ്റ് SUV കളുണ്ടല്ലോ, എന്നിട്ട് EV SUV ആരെങ്കിലും വാങ്ങിക്കുമെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കോന EVകളുടെ രംഗത്ത് കാര്യമായ രീതിയിൽ വിറ്റുപോയി. ഇനിയിപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോന ഇപ്പം വരാൻ പോവുകയാണ്. ഏതാണ്ട് Ioniq 5-ൻ്റെയൊക്കെ ആ രൂപത്തിലേക്ക് മാറ്റിയ കോന വരാൻ പോവുകയാണ്. പക്ഷേ ആദ്യകാലത്ത് തന്നെ കോന വാങ്ങിച്ച ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം സാർ. പേര്? ഗോപിനാഥ്. എന്ത് ചെയ്തു സാർ? ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ശരി. റിട്ടയർഡ്. എത്ര കാലമായി കോന എടുത്തിട്ട്? ഞാൻ കഴിഞ്ഞ ജൂലൈ 6 മാസം. അപ്പോൾ ഈ കോനയ്ക്ക് ശേഷം, കോന ആദ്യകാലത്ത് വന്നതിന് ശേഷം, പക്ഷേ ഈ രംഗത്ത് ഈ പറഞ്ഞ കുറേ EVകൾ വന്നല്ലോ, എന്നിട്ട് കോന തന്നെ എടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കുറച്ചും കൂടിയും സത്യം പറഞ്ഞാൽ എൻ്റെ വേറൊരു ഫ്രണ്ട് ഒരു കോന എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഫസ്റ്റ് സീരീസിൽ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ഇപ്പോഴത്തെ വണ്ടി കുഴപ്പമില്ല എന്നുള്ള പുള്ളി പറഞ്ഞു. പിന്നെ എൻ്റെ മോനാണ് അതിൻ്റെ കൂടുതലും ഇത് ഫീഡ്ബാക്കൊക്കെ എടുത്ത് സെറ്റാക്കിയത്. സോ വി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ്. വീട്ടിലെ ആദ്യത്തെ EV ആണോ? ആണ്. അപ്പോൾ EV തീരുമാനിക്കാനുള്ള കാര്യം എന്താ? EV എടുക്കാം തീരുമാനിച്ചത്? EV എടുക്കാമെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചതെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കേരളത്തിലെ ഡെവലപ്മെൻറ്റും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് EV ഓടിക്കാൻ കുഴപ്പമില്ല. കാരണം മറ്റേ സ്റ്റേറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ചാർജിങ് സ്റ്റേഷൻസ് കൂടുതൽ വന്നു തുടങ്ങി. നമുക്ക് ഓടിക്കാനും കംഫർട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഫ്യൂവലിൻ്റെ കോസ്റ്റും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു മാസം എങ്ങനെയും ഒരു 1500 to 1800 ഫോട്ടോ ഉണ്ടാവും. അതിപ്പോൾ ഞാൻ വിചാരിച്ചില്ലെങ്കിൽ അത് വരും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓടിക്കണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ ഇപ്പോൾ പെട്രോൾ വണ്ടിയാണെങ്കിലും ഒരു 1500 to 1700 ഓട്ടോ ഉണ്ടാവും. അതെങ്ങനെയാലും വന്ന് പെടും. പല ഓട്ടങ്ങൾ ലോങ്ങും ഷോർട്ടും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഫ്യൂവലിൻ്റെ ഒരു എഫിഷ്യൻസിയും ഇതുകളൊക്കെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ബാഡ്. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ റിട്ടയർഡ് ബാങ്കറാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ഞാൻ നടത്തും. ബാങ്കിലായിരുന്ന ആളായതുകൊണ്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹൈബ്രിഡ് മോഡലും ഇതും വെച്ചിട്ടാണ് ഒരു കമ്പാരിസൺ എടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 5 lakhs 6 lakhs ഡിഫറൻസ് ഉണ്ട്. ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ ഹൈബ്രിഡ് ടൊയോട്ടയുടെ ഇത്ര വില ഉണ്ടായിരുന്നില്ല. 17 to 18 കിട്ടിയിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ. ഇപ്പോൾ കൂടി. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു 1500 മേലെ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്കണോമിക്കൽ. എന്താ റേഞ്ച് കിട്ടുന്നുണ്ടോ ഇതിന്? റേഞ്ച് മീൻസ് ഫുൾ ചാർജ് ആണോ? ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും? ഫുൾ ചാർജിൽ ഇപ്പോൾ എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് 320. അത് വെച്ച് തന്നെ ലോങ് ട്രിപ്പ്. അങ്ങനെ തന്നെ എക്കണോമിക്കലാണ്. അങ്ങനെ നോക്കിയാൽ പോലും എക്കണോമിക്കലാണ്. 320 കൂടുതൽ പോയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ EV വാങ്ങിക്കുന്നവരുടെ ആദ്യത്തെ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത്, 1 റേഞ്ച് ആങ്സൈറ്റി, 2 ബാറ്ററി ആങ്സൈറ്റി എന്ന് പറയും. ബാറ്ററി കുറച്ച് കാലം ഓടിക്കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പേടി. അത്തരം പേടികളൊന്നും അലട്ടിയില്ല ഇത് വാങ്ങിക്കുമ്പോൾ? ഇല്ല, സാധാരണ അങ്ങനെ ഒരു പ്രശ്നം. കാരണം അവർ ഒരു 8 yearsഉം 160 വാറണ്ടി തരുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് വരും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ. ടൈംസ് ആർ ചേഞ്ചിങ്. അതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ആ സമയത്തേക്ക് വളരെ ചീപ്പായ ബാറ്ററി വരും അല്ലേ? തീർച്ചയായിട്ടും വരും. വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇത് ഈ ടൈപ്പ് പാനലല്ല ഇനി വരാൻ പോകണം. ചേഞ്ചസ് ധാരാളം ഉണ്ടാവും. അപ്പം സ്വാപ്പിംഗ് ഉണ്ടാവുമല്ലോ. ഫ്യൂച്ചർ സ്വാപ്പിംഗ് സാധനം. അപ്പോൾ സാറ് ഇത് എടുക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്? അതൊക്കെ മീറ്റ് ചെയ്തോ? എക്സ്പെക്ടേഷൻ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്? ആണോ? വലിയ പ്രശ്നങ്ങളില്ല. എഫിഷ്യൻ്റ് ആണ്. നല്ല പിക്കപ്പാണ്. നല്ല. അപ്പോൾ ഇതിനു മുമ്പ് വെച്ചിരുന്ന വണ്ടി ഏതാ? ഇതിനു മുമ്പ് വെച്ചിരുന്ന ഞാൻ ഫോർഡ് ഓട്ടോമാറ്റിക് ആണ്. ഏത്? മറ്റേ ആസ്പയർ. അപ്പോൾ ഈ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്തത്? പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് മാറ്റം വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിങ് കംഫർട്ട് കൂടുതലാണ്. പിന്നെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈസ് വെരി സൈലൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിലും ഇതിലൊക്കെ പോകുമ്പോൾ യു ഹാവ് ടു ഹോൺ അടിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വണ്ടികൾ ഇപ്പോൾ ബൈജു വണ്ടി ഓടിക്കണമെങ്കിൽ 2 വീലറിൻ്റെ പുറകെ അറ്റ്ലീസ്റ്റ് ഒരു 10 feet വരുമ്പോഴേക്കും യു ഗെറ്റ് ദിസ്. ഇതത് കിട്ടില്ല. അതെനിക്ക് പെട്ടെന്നൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. പലപ്പോഴും ഞാൻ സാധാരണ അധികം ഫോൺ യൂസ് ചെയ്യണതാണ്. ഇതിന് അത് വേണ്ടി വരും. അത് എൻ്റെ ഒരു സജഷനാണ്. ഇത് വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കാരണം
നമ്മൾ ഈ ഫോറിൻ കൺട്രീസ് അല്ല, ഇന്ത്യയിൽ ഈ മിറർ നോക്കിയിട്ട് ഓടിക്കുന്ന ആൾക്കാർ വളരെ അല്ലേ? വാട്ട് യു ഫീൽ? സൈഡിലേക്ക് മടക്കി വെക്കും ഇപ്പോഴും ടൂ വീലേഴ്സ് സ്പെഷ്യലി. പിന്നെ മിറർ ഉണ്ടെങ്കിൽ തന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കും. അവർ പുറകിൽ വരുന്നത് ദേ ആർ നോട്ട് കൺസേൺ. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്തു, ഇതിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ഫ്രണ്ടിലൊരു ടൂ വീലർ, അപ്പോൾ ഓവർടേക്ക് ചെയ്ത് ടൂ വീലറിൻ്റെ അവിടേക്ക് എത്താനുള്ള ടൈമിൻ്റെ ഇടയിൽ ഇവനെ നോക്കാനും സമയമില്ല നമുക്ക്. അപ്പോൾ ആ ഒരു ഇതെനിക്ക് ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെട്രോളിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു അൺകൺട്രോളബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് അതിൻ്റെ ഒരു ഇനിഷ്യലൊക്കെ ആണെന്ന് വെച്ചാൽ ചവിട്ടി അങ്ങനെ അങ്ങ് പോവാണല്ലോ. അത് അല്ലേ? കുറച്ച് ആദ്യം ഒന്ന് അത് ശരിയായി എടുക്കാൻ കുറച്ച് സമയം പിടിച്ചാണ്. അതൊരു അപകടകരമാണ്. പിക്കപ്പ് ഈസ് വെരി എസ്പെഷ്യലി വെൻ യു, ഞാൻ അധികം സ്പോട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. ഈവൺ ഇൻ കംഫർട്ട് മോഡ് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ കുറച്ച് അത് എനിക്കൊന്ന് സെറ്റായി കിട്ടാൻ ഒരു സത്യം പറഞ്ഞാൽ 2 മാസം. അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വീഡിയോയിലൊക്കെ. നമ്മളിപ്പോൾ ഈ EV ഓടിച്ച് പരിചയമില്ലാത്തവർ EV ഓടിച്ചു തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇനീഷ്യൽ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു ശരത്തിൻ്റെ ഇന്ന്. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. കാരണം നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റപ്പിലാണ് വരുന്നത്. പക്ഷേ ഞാൻ ആ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പനമ്പള്ളിയിൽ വന്നപ്പോഴേക്കും ഐ ഫെൽറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പാലം കയറിയിട്ട് കാല് തൊട്ടപ്പോഴേക്കും ആ ഒരു അത് ഭയങ്കര നല്ല പിക്കപ്പാണ്. അപ്പം എന്താണ് സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്? ഈ ഒരു സൈലൻസും സൈലൻ്റ് ആയിട്ടുള്ള മോട്ടറും അതുപോലെ ഈ ഒരു പിക്കപ്പും അതൊക്കെ തന്നെയാണോ? ഡ്രൈവിംഗ് കംഫർട്ട്. മറ്റേ ഈ ഫ്രണ്ടിൽ എഞ്ചിൻ ഇല്ലാത്ത കാരണം യു വോണ്ട് ഫീൽ സ്ട്രെയിൻ ഇൻ ദ സ്റ്റിയറിംഗ്. ഇപ്പം നിങ്ങൾ എത്ര പവർ സ്റ്റിയറിംഗ് ആയാലും ഫ്രണ്ടിൽ എഞ്ചിൻ ഉണ്ടെങ്കിൽ ഒരു 250 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ യു ഫീൽ സം പ്രോബ്ലം ഇൻ ദി ഷോൾഡേഴ്സ് വിച്ചെവർ വെഹിക്കിൾ. നോക്കിയാൽ അതൊരു നല്ല ഫീഡ്ബാക്ക് കേട്ടോ. അത് ഇതുവരെ ആരും പറയാത്തൊരു ഫീഡ്ബാക്കാണ്. അത് എനിക്ക് ശരിക്കും എനിക്ക് അല്ലെങ്കിൽ സ്പോണ്ടിലൈറ്റിസിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഫീൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫോർഡിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പവർ സ്റ്റിയറിംഗ് വരുന്ന പവർ സ്റ്റിയറിംഗിൽ ഫോർഡിൻ്റെ ഏറ്റവും നല്ലത്. ഞാൻ 3-4 പവർ സ്റ്റിയറിംഗിൻ്റെ വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഒറ്റ സ്ട്രെച്ചിന് ഐ എം നോട്ട് ടെല്ലിങ് നമ്മൾ ഇവിടുന്ന് പോയി അവിടെ നിർത്തി ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ചിലപ്പോൾ ട്രിവാൻഡ്രം പോകുമ്പോൾ ഒരു കാപ്പ് കുടിക്കാൻ പിന്നെ അങ്ങനെ പോകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും നമുക്ക് ചെറിയൊരു സ്ട്രെയിൻ ഓൺ ദ ഷോൾഡേഴ്സ്. ഇതില്ല, പെർഫെക്റ്റ്ലി ഫൈൻ. ഒട്ടും, കാരണം ഈ ഫ്രണ്ടിൽ ഒന്നുമില്ലല്ലോ, ബാറ്ററി മാത്രമേ. അപ്പോൾ ആ ഒരു വ്യത്യാസം അത് എനിക്ക് ഐ ഹവ് ഫെൽറ്റ്. എനിക്കറിയില്ല ബാക്കിയുള്ളവരെ. ഐ ഹവ് ഫെൽറ്റ് വെരി. അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് തന്നെയാണ് അതിൻ്റെ അത്ര കാര്യം എന്ന് പറയുന്നത്. വെരി വെരി കംഫർട്ടബിൾ ആണ്. അതുപോലെ സർവീസ് ചെയ്തോ എടുത്തിട്ട്? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ആഴ്ച. എത്ര രൂപയായി? 4,000. അതിലൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അവർക്കൊരു ഫീഡ്ബാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ അലൈൻമെൻറ്റും ബാലൻസിങ്ങും സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് കൂടെ ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്ത അതിപ്പോൾ പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇവരോട്. സോ ദേ ആർ യൂട്ടിലൈസിങ് ദാറ്റ്. അത് അവരുടെ ഒരു മോണോപ്പൊളി ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ എയർ ഫിൽറ്റർ, അത് രണ്ടും മതി. 4,000 rupees. അത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല, ഈ നമ്മൾ തരുന്ന ലാഭം വെച്ച് നോക്കുമ്പോൾ അതിലിതാണ് ഈ ഒരു ഫാക്ടർ. ഇതും കൂടി അത് ഞാൻ അവരോട് പറയാം. അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് അതിൻ്റെ കാര്യം. ബിക്കോസ് നമ്മൾ സാധാരണ ഒരു വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗിൽ ഇത് അലൈൻമെൻറ്റ് അനുസരിച്ച് സ്റ്റിയറിംഗിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ദാറ്റ് ദേ ക്യാൻ ഓൺലി ഡു വിത്ത് ദെയർ സ്പെഷ്യൽ മെഷീൻ. സോ ദേ ആർ ചാർജിങ്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, EVകൾ വാങ്ങിക്കാൻ സമയമായോ? EVകൾ വാങ്ങിക്കാൻ സമയമായി, ഡെഫിനറ്റ്ലി. കേരളത്തിൽ ആണ് നമ്മൾ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യാറില്ല എന്നൊക്കെ ചില പരാതിയൊക്കെ കേൾക്കണം. അങ്ങനെ വല്ല ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ GoECD ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അവിടെ അവർ നേരത്തെ മെസ്സേജ് തരും. അവർ വളരെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് അവർ പോണത്. അപ്പോൾ അതിലെനിക്ക് വലിയൊരു പ്രശ്നം വരാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ഇൻ കേരള, ഓൾ ഇന്ത്യ ബേസിൽ ദേ ഷുഡ് ഫോം എ കോമൺ ഗ്രിഡ് ഫോർ ചാർജിങ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ മറ്റേ അവിനാശി വിട്ട് കഴിഞ്ഞാൽ വേറെ ആപ്പാണ്. GoECD കിട്ടണമെങ്കിൽ പിന്നെ സേലം കഴിഞ്ഞ് കൃഷ്ണഗിരി എടുക്കണം. അപ്പോൾ MOD അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ അറിഞ്ഞത് അത് ഒരുമിച്ച് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു എന്നാണ്.
എല്ലാം കൂടെ ഒരുമിച്ച് അതൊരു മസ്റ്റാണ്. അതെ. ദാറ്റ് ഈസ് ചിലപ്പോൾ ഈ ഓരോ ദിക്കിലും ഒരു മൊബൈലിലൊരു 10-12 ആപ്പ് ആഡ് ചെയ്തിടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കേരളത്തിലിപ്പോൾ ഞാൻ ഒറ്റ ആപ്പ് ഓടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു, വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഈവൻ ഒരു ഫീഡ്ബാക്കായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ ഈവൻ ഒരു തവണ ഞാൻ ഈവൺ അറ്റ് 10% ഐ ഹാവ് റൺ. ഞാൻ എന്നിട്ട് 10% ബാറ്ററി ഉള്ളപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി പനമ്പള്ളി അറിയുന്ന നമ്മുടെ മരട് റോയൽ ട്രിബ്യൂട്ട് ഹോട്ടലുണ്ട്, ഹാർഡ്ലി 4 കിലോമീറ്റേഴ്സ്. ഐ പുട്ട് AC&C. നമുക്ക് എന്താ പോപ്പുലർ കൊണ്ടായിട്ട് വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ടല്ലോ, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആണല്ലേ. ഞാൻ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ 3% ബട്ട് AC കട്ടായിട്ടില്ല. അത് പറയാൻ പാടില്ല, AC കട്ടായിട്ടില്ല. അതൊരു 3 to 4% അവിടെ എത്തും. ഞാൻ നോക്കിയിരുന്നു. പിന്നെ എനിക്ക് വേറൊരു തോന്നിയെന്ന് ആ ചാർജിങ് ലെവൽ ഉണ്ടല്ലോ ബ്രേക്ക് ചവിട്ടുമ്പോൾ, ദാറ്റ് ഈസ് വെരി റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഞാനിപ്പോൾ പാലക്കാട് പോകുമ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു kilometers to run when you start. You get 226 kilometers it will run. എന്ന് നമുക്ക് EVയുടെ പെർസെൻറ്റേജ് നോക്കാം. നമ്മൾ പാലക്കാട് പോയി നമ്മൾ ധൈര്യം ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 5 to 10% you get additional charging on this. Very efficient. പെർഫെക്റ്റ്ലി എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഐ ആം ഫൈൻ. പിന്നെ എനിക്കൊന്ന് സജഷൻ ഉള്ളത്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കിലെ ബൂട്ട് സ്പേസ് ബാക്കിൽ സീറ്റിൽ ഇരിക്കുന്നു. ഇപ്പം ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ ആം ലെങ്ത്തിലാണ് പഠിച്ചിരിക്കുന്നത്. ആ ഇതിൽ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറകിലിരിക്കുന്ന ആൾക്ക് അല്ല, അതിപ്പോൾ പുതിയ കോന വരികയാണ്, ടോട്ടലി ന്യൂ വരുമ്പോഴത്തേക്കും ടോട്ടലി ന്യൂ ആണ് വരാൻ പോകുന്നത് ഈ ഡിസംബർ. ഈ വർഷം തന്നെ എത്തിയേക്കും. അത് മറ്റേ കോന മറ്റേ അയോണിക് 5-ന്റെ ഒക്കെ ഒരു ഷേപ്പിലേക്കൊക്കെ മാറ്റി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻക്രീസ് ദ പ്രൈസ്. അതൊക്കെ വരും, പ്രൈസൊക്കെ കൂടും, റേഞ്ച് കൂടുമായിരിക്കും, അതൊക്കെ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പൊതുവേ നിങ്ങളെടുത്ത റിവ്യൂവിൽ എങ്ങനെയുണ്ട് കോണയെ പറ്റി? കോന എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞാൻ കോനയുടെ ഒരു ഡ്രൈവിന് പോയിരുന്നു. അത് ഇവിടുന്ന് വർക്കലയിലേക്കായിരുന്നു ഒരു ഡ്രൈവ്, തിരുവനന്തപുരത്തേക്കായിരുന്നു ഡ്രൈവ്, വർക്കല വഴിയൊക്കെയാണ് പോയത്. അതിൽ ഞാൻ എന്നെ ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നു. അന്നപ്പോൾ അന്ന് ഓടിച്ച എല്ലാവരും, കോന ഓടിച്ചിരുന്ന എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ്. അവരുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് വളരെ ഇതായിരുന്നു, ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് കോനയെപ്പറ്റി അങ്ങനെ പരാതികളൊന്നും പൊതുവെ. ഞാനിപ്പോൾ 11,000 കിലോമീറ്റേഴ്സായി, ഇതേവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ച മൂന്നാമത്തെ ആളാണ്. 3 പേരും EV എടുക്കാൻ സമയമായി എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ആശങ്കകളൊന്നും ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ ഈ ബാറ്ററി 1,60,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ബാറ്ററി മാറ്റേണ്ടി വരുമെന്നുള്ള ആശങ്ക എന്ന് പറയുന്നത് ആ സമയത്തേക്ക് ചീപ്പായിട്ടുള്ള ബാറ്ററികൾ വരും. അങ്ങനെ എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ ഈ EVകളുടേത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശങ്കകളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഓടിക്കുമ്പോൾ ആശങ്കയൊന്നും വേണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സന്തോഷം ഇത്തരം ഫീഡ്ബാക്ക് എല്ലാം പങ്കിട്ടതിന്. അപ്പോൾ നമുക്കൊരു പടവും കൂടി എടുത്ത് പിരിയാം.